ഈ നാട്ടിലെ കോളേജ് പഠിച്ചല്ലേ, നിനക്ക് നാട്ടിലും തല്ലൊന്നും ഉണ്ടായില്ല? ഓ എടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്റെ ലൈഫില് എനിക്കൊരു തല്ല്, അതായത് ഫൈറ്റ് സിറ്റുവേഷൻ ഞാൻ പെട്ടിട്ടില്ല. കാരണം എന്താ, സില്ലി മാം അന്ന് നിന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ട് എന്താ ഇനി തല്ലുകൂടില്ല എന്ന് പറഞ്ഞു. അന്ന് നമ്മള് തല്ലല്ല കൂടിനെ, നമ്മള് ദേഷ്യപ്പെട്ട് എന്തായിരുന്നു പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് കോളേജിന്റെ തല്ലുകൾ പറയുകയാണെങ്കിൽ അതിന് മുന്നേ ഞാൻ സ്കൂളിൽ ഈ ഒരു ഇൻസിഡന്റ് പറയാം. ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ ജയാനോട് ഒരു ഫണ്ണി സ്റ്റോറി ഉണ്ടടാ, നമുക്ക് ഈ കഥ ഓർമ്മ ഉണ്ടായിരുന്നു, ഞാൻ കാറിന്ന് പറയാന്നപ്പോ ജയാനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഫണ്ണി ആണെങ്കിൽ പോഡ്കാസ്റ്റ് പറയാം സ്റ്റോപ്പ് ചെയ്തതാ. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ 6ാം ക്ലാസ് പഠിക്കുമ്പോ 2 പിള്ളേരുണ്ടായിരുന്നു, അഹമ്മദും ഖാലിദും. ഇത് ആക്ച്വൽ നെയിം അല്ല, ആക്ച്വൽ നെയിം ഞാൻ ജയാനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അഹമ്മദും ഖാലിദാണ് അഹമ്മദ്. അപ്പം ഖാലിദ് ഇവൻ ലഞ്ചിന് മറ്റേ ഖാലിദിനെ പൂച്ചക്കണ്ണ അല്ല, ഓക്കെ, ഖാലിദ് ഇവൻ ലഞ്ചിന് മറ്റേ ചിക്കൻ നഗറ്റ്സ് ആണോ? ലഞ്ചിന് ഇവൻ ചിക്കൻ നഗറ്റ്സ് ഒക്കെ കൊണ്ട്, അതായത് അൽബേക്കിന്റെ ചിക്കൻ നഗറ്റ്സ്. നമ്മൾ മുന്നൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, അൽബേക്ക് പറഞ്ഞാൽ വൺ ഓഫ് ദ ബിസിയസ്റ്റ് റെസ്റ്റോറന്റ് ആണ്, അടിപൊളി ടേസ്റ്റ് ആണ്. അവരുടെ സീക്രട്ട് റെസിപ്പി ഇപ്പോഴും ആർക്കും അറിയില്ല, സൗദിയിലുള്ള എല്ലാവർക്കും അറിയാം അൽബേക്കിന്റെ ആ ഒരു ടേസ്റ്റ്. അൽബേക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അൽബേക്ക് ഉള്ള റെസ്റ്റോറന്റിന്റെ ഒരു എത്രയോ ദൂരം ആ സ്മെല്ലാണ്. വേറെ ഏതൊരു ഫ്രാഞ്ചൈസിനും ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റും ഞാൻ അത്ര സ്മെല്ല്. അൽബേക്കിന്റെ ബെസ്റ്റ് മാർക്കറ്റിംഗ് ഞാൻ കാണുന്നത് എന്താ, നമ്മൾ വണ്ടിയിൽ നിന്ന് പോകുമ്പോൾ ആ സ്മെല്ല് അടിച്ചാല് നമുക്ക് അങ്ങോട്ട് കഴിക്കാൻ തോന്നും. കാരണം എക്കണോമിക്കലി വളരെ ഫ്രണ്ട്ലി, ബഡ്ജറ്റ് ഫ്രണ്ട്ലി, ടേസ്റ്റ്, ക്വാണ്ടിറ്റി എല്ലാം ചെക്സ് ഓൾ ദ ബോക്സസ്. അതെ. അപ്പം അൽബേക്കിന്റെ ഈ നഗറ്റ്സ് കൊണ്ടുവരിക, അല്ല അൽബേക്ക്, ഞാനൊക്കെ അൽബേക്കിന്റെ ലെഫ്റ്റ് ഓവർ ഒക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടുപോകില്ല. കാരണം അൽബേക്ക് ഇത് തുറന്നാ സ്മെല്ല് വരും, എല്ലാരും വന്ന് കൈയിട്ട് എടുക്കും, നമുക്ക് കിട്ടൂല. അപ്പൊ ഞാൻ അമ്മനോട് പറയും, നിങ്ങൾ എടുക്കണ്ട, ഞാൻ വീട്ടിൽ വന്ന് അപ്പൊ ഇവന് ഖാലിദ് ഈ അൽബേക്കിന്റെ ചിക്കൻ നഗറ്റ്സും നല്ല കോക്ടെയിൽ ഡിപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ ലഞ്ച് ബോക്സിൽ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ എണീച്ചിട്ട്. അപ്പൊ ഇവനിങ്ങനെ നല്ല ഇതിൽ ഇങ്ങനെ ഡിപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പം ഈ ഖാലിദ് എന്ന് പറയുന്നത് ഹൈദരാബാദിയാണ്. അപ്പൊ ഈ ഹൈദരാബാദികളൊന്നും ഒരു ഫുഡ് ഷെയറിങ് കൾച്ചറോ ഒന്നും അത്രക്ക് അങ്ങോട്ട് ഇല്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ ക്ലാസ്സിലൊക്കെ ഹൈദരാബാദീസ് ഒക്കെ ഇവര് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ടവലൊക്കെ വിരിച്ച് ഇവരെ ലഞ്ച് ഇങ്ങനെ കഴിക്കും. ഞാൻ അങ്ങനെ കണ്ട് കൊതിച്ചിട്ടുണ്ട് ആ ഒരു സിറ്റുവേഷൻ. കാരണം നമുക്കൊന്നും ആ സിറ്റുവേഷൻ ഇല്ല, നല്ല ഫുഡ് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടൂല, അങ്ങനത്തെ ഇതായിരുന്നു. അപ്പം അതായത് ഖാലിദ് ഇതിങ്ങനെ പീസ്ഫുൾ ആയിട്ട് കഴിക്കാം, ഇവൻ അങ്ങനെ ആരും വന്ന് എടുക്കണമല്ല. അതില് നമ്മുടെ അഹമ്മദ് ഇവന് ക്ലാസ്മേറ്റ് ആണ്, ചെറിയ എന്തോ ഒരു ബന്ധമൊക്കെ ഉണ്ട്. അഹമ്മദ് ഇങ്ങനെ വന്നാണ്ട് ഇവൻ ഭയങ്കര സ്വാഗിൽ ഇങ്ങനെ വന്നാണ്ട് നഗറ്റ്സ് ഒക്കെ അങ്ങോട്ട് എടുത്ത് ഡിപ്പിലൊക്കെ ഇങ്ങനെ 2 കുത്തൊക്കെ ഇങ്ങനെ കുത്തി ഇങ്ങനെ ബൈറ്റൊക്കെ എടുത്ത് കഴിക്കട്ടോ. ബൈറ്റാണ് എടുത്ത് കഴിക്കല് എണീച്ചാണ്ട് മുഖത്ത് പൊട്ടിക്കല്. എന്നോട് ഈ സ്റ്റോറി അമീന പറഞ്ഞത്. അതേപോലെ ഹാറൂന്റെ ക്ലാസ്സിൽ അമീന്റെ ആരോ ആയിരുന്നു ഒരു 6th ഉണ്ടായിരുന്നത്, പൊട്ടിക്കല്. ആരോട് ചോദിച്ചിട്ടാണ് അതെ, അതോടെ നിർത്തിയതാണ് അഹമ്മദ് ഇങ്ങനെ ഫുഡ് ഇങ്ങനെ അവിടെ മുഴുവൻ പോയിട്ടുള്ള ഈ കഴിപ്പൊക്കെ.